ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരുമാനന്ദം തേടി വിജയിക്കതിൻ തിരുനാമങ്ങൾ പാടും വിജയിക്കതിൻ തിരുനാമങ്ങൾ പാടും വിജയിക്കതിൻ തിരുനാമങ്ങൾ പാടും. വെള്ളം കൊണ്ടുവന്നോടാ. എടാ വെള്ളം കുടിക്കരുത്. അത് പറയാനെ കൊണ്ടില്ലേ ഞാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നു. കൊണ്ടുവന്നോ? ഇവിടെ എടുത്ത് കളയുടെ നീ ചത്തുപോകാൻ വെള്ളം കുടിച്ചാ പോരാ അവിടുന്ന്. ഞാൻ പറയുന്നത്. എടാ ഞങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞു വെള്ളം നല്ലപോലെ കുടിക്കണം, അസുഖങ്ങളൊക്കെ പോകുന്ന ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു. അല്ല അത് ശരിയല്ല. അത് എന്റെ മാമനോട് ആറ്റി വീണ് വെള്ളം കുടിച്ചാ ചത്തത്. അത് ഓവറായിട്ട് കുടിച്ചിട്ടല്ലയോ? ആ മാമൻ ആവശ്യമുള്ളതേ മാമൻ കുടിച്ചോളൂ, എന്നിട്ട് ചത്തുപോയി. ആണോ? അപ്പൊ അഹങ്കാരം. അഹങ്കാരം പിന്നെ അല്ലാതെ എന്തുവാ പറയുന്നത് അതിന്? നീ അങ്ങനെ പറഞ്ഞ് പഠിക്കല്ലേ ആകല്ലേ? ഞാൻ പറഞ്ഞേക്കാവേ. എടാ നിന്റെ കയ്യിലേടാ ഈ ഇതുണ്ടോ, ഉറുമ്പ് പോകുന്ന പൊടിയുണ്ടോ? എന്റെ ചെടിപ്പിടുന്നിടത്തെല്ലാം വീട്ടിൽ മൊത്തം അങ്ങ് ഉറുമ്പാണ്. എടാ അതിന് സ്പ്രേ ഉണ്ടോ? അടിച്ചാൽ സ്പ്രേ. ഞാൻ സ്പ്രേ അടിച്ചപ്പോ ഉറുമ്പാണ് കൈ ഇങ്ങനെ നോക്കി കാണിക്കുന്നത്. ഇവിടെ അടി, ഇവിടെ അടി. ഉറുമ്പോ? അത് പോത്തൊന്നും ഇല്ല. അത് എടാ ഉറുമ്പിന്റെ അത്യാവശ്യം പോകുന്ന ഉറുമ്പിന്റെ ദേഹത്തായിരിക്കും നീ അടിച്ചത്. ആണോ? അങ്ങനെ അടിക്കരുത്. നിരത്തി ഒരു അടിയാൻ കടിച്ചേക്കണം. ഈ ഉറുമ്പിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കാതെ. എടീ നമ്മുടെ റബ്ബർ ഇല്ലയോ, ഈ റബ്ബർ സ്കൂളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെന്തോടാ? എടാ ഞങ്ങളുടെ അച്ഛൻ പറയാ റബ്ബർ നേഴ്സറി ഉണ്ട്. റബ്ബർ വെട്ടാൻ നേരത്തെ മാർക്കിടാൻ പോവാ. പിന്നെന്താണോ, പിന്നെ റബ്ബർ ഇവിടെ തുടയ്ക്കാനൊക്കെ അതല്ല റബ്ബർ ഇല്ലയോ? അപ്പൊ റബ്ബർ ഒരുപാട്ട് എന്തോ ഒരു ഇതുണ്ട്. റബ്ബർ ആയാലും എന്തോ നമ്മളെ പോലെ മനുഷ്യരില്ലടാ. റബ്ബറോ? അല്ലേ? അത് വളരുന്നെന്ന് പറഞ്ഞ് എന്തുവേടാ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് നിന്നോടല്ലേ സാർ? സാറേ ഗുഡ് മോർണിംഗ് സാർ. രാവിലെ രണ്ടുപേരും നേരത്തെ വന്നു അല്ലേ? നല്ല കുട്ടികൾ. പിന്നെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചങ്ങ് പൊളിച്ചില്ലേ? ക്രിസ്മസോ? അല്ല നല്ല ആഘോഷമായിരുന്നു. അത് വേണം. പിന്നെ സാറെന്താ ഇന്ന് ഇതെന്തോന്ന് ഞാൻ ചോദിക്കാം. ഞാൻ പറയട്ടെ, വന്നല്ലേ ഉള്ളൂ. പതിവ് പോലെ ഇന്നും 5 വിഷയമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ ടൂർ പോയ കുട്ടികളും അധ്യാപകരും ഒന്നും വന്നിട്ടില്ല. അവരിന്ന് വൈകിട്ടേ എത്തുള്ളൂ. ഓ ശരി ശരി. അപ്പം എം എച്ച് പറഞ്ഞു പോലും HM വിളിച്ചു പറഞ്ഞു ഇന്നുകൂടെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോണേ. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഹാജർ അങ്ങോട്ട് എടുക്കാം. ഹാജർ വേണമല്ലോ. ആനയുണ്ടോ? എന്റെ കലണ്ടർ വല്ലതും തൂക്കാനാണോ? എടാ ആനയുണ്ടോന്നല്ലേ ചോദിച്ചത്. ആനയുണ്ടോന്ന്. ആനയോ? ആന ടൂർ പോയി. ടൂർ പോയിരിക്കും അല്ലയോ? അഖിലുണ്ടോ? എടാ നീ ആണോ? ഞാനുണ്ട്. അത് പറയണം, അല്ലെ ഞാൻ ആബ്സെന്റ് ഇടും. പിന്നെ വരണ്ടേ, വാ തുറന്ന് വരണ്ടേ. ഹരിയുണ്ടോ? അരിയുണ്ടോ? എനിക്കിവിടെ ഹരിയുണ്ട്. പിന്നെന്താ ചോദിച്ചേ? എടാ ഈ ക്ലാസ്സിലെ ഹരി ഉണ്ടോന്ന്. ഹരി പോയി. ടൂറിന് പോയി. യമുന എവിടെ? ഉത്തർപ്രദേശ്. എടാ ഈ ക്ലാസ്സിലെ യമുന എന്ന് പറയുന്ന കുട്ടിയുണ്ടോ? ഇവന്റെ ശല്യം കാരണം